വിമാനത്തിനുള്ളിൽ പവർ ബാങ്കുകൾ ഉപയോഗിച്ച് മൊബൈൽ ഫോണുകളോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ചാർജ് ചെയ്യാൻ പാടില്ലെന്ന കർശന നിർദ്ദേശവുമായ DGC. പവർ ബാങ്കുകൾ ചെക്ക് ഇൻ ബാഗേജിൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും വിമാന ജീവനക്കാർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ പവർ ബാങ്കുകൾ വിമാനത്തിനകത്ത് ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശമാണ്. എന്താണ് ഇപ്പോൾ ആ നിർദ്ദേശം വരാനുള്ള കാരണം? സ്മൃതി, വിമാനയാത്രക്കാർക്ക് അല്പം പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ DGCയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതായത് പവർ ബാങ്കുകളിൽ നിലവിൽ ഹാൻഡ് ബാഗിൽ നമുക്ക് കൊണ്ടുപോകാനും മൊബൈൽ ഫോൺ അടക്കമുള്ള സംവിധാനങ്ങൾ അതിൽ ചാർജ് ചെയ്യാനും സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഹാൻഡ് ബാഗുകളിൽ മാത്രമാണ് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പക്ഷേ അതിപ്പോൾ മൊബൈൽ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ഡിവൈസുകൾ ചാർജ് ചെയ്യാനോ ഉപയോഗിക്കാൻ പാടില്ല വിമാനത്തിന് അകത്ത് എന്നാണ് ഇപ്പോൾ നിർദ്ദേശമായി വന്നിരിക്കുന്നത്. ലിഥിയം ബാറ്ററികൾ വ്യാപകമായി തന്നെ രാജ്യവ്യാപകമായി തന്നെ പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ തീരുമാനം DGC എടുത്തത് എന്നാണ് അവർ വിശദീകരിക്കുകയും ചെയ്യുന്നത്. എല്ലാ വിമാന കമ്പനികളും വിമാനം പറക്കുന്നതിന് മുമ്പ് കൃത്യമായി തന്നെ ഒരു നിർദ്ദേശമായി അനൗൺസ് ചെയ്യണം എന്നുകൂടി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ ലിഥിയം അയൺ ബാറ്ററികൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇങ്ങനെ തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചെന്നാണ് DGC വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും ദീർഘദൂര യാത്രയിലൊക്കെ ആളുകൾ പലപ്പോഴും മൊബൈൽ ഫോണിൽ വ്യാപകമായി തന്നെ സിനിമ കാണുക അല്ലെങ്കിൽ മറ്റ് എന്റർടൈൻമെന്റ് ആവശ്യങ്ങൾക്ക് ഫ്ലൈറ്റ് ഉപയോഗിക്കുന്ന പതിവാണ്. സ്വാഭാവികമായി ആ സമയത്തൊക്കെ പവർ ബാങ്കുകൾ ഇവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഏതാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ നിർദ്ദേശം DGC മുന്നോട്ട് വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ പവർ ബാങ്കുകളോ അല്ലെങ്കിൽ ഈ വിമാനങ്ങളിൽ വലിയ യാത്രകൾ പോകുന്ന വിമാനങ്ങളുടെ സോക്കറ്റുകൾ ഉപയോഗിച്ച് നേരിട്ട് ഫോണുകൾ ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇത്തരത്തിലുള്ള ചാർജിങ്ങുകളെല്ലാം പൂർണ്ണമായും വിലക്കിയിരിക്കുകയാണ്. ലിഥിയം അയൺ ബാറ്ററി ഉണ്ടാക്കുന്ന പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇങ്ങനെ തീരുമാനം എടുക്കാനുള്ള നീക്കം എന്നാണ് DGC വ്യക്തമാകുന്നത്. യാത്രക്കാരുടെ സുരക്ഷയടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം എന്നും പറയുന്നു. നേരത്തെ ദില്ലിയിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിൽ സമാനമായി തന്നെ ഈ പവർ ബാങ്കിന് ചൂട് വരികയും അത് പിന്നീട് ചെറുതായി തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത് വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. ആ പശ്ചാത്തലം കൂടി ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ വിമാനയാത്രക്കാർക്ക് അല്പം പ്രതിസന്ധി ഉണ്ടാക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ചെക്ക് ഇൻ ബാഗിൽ ഇത് ഉപയോഗിക്കാൻ കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു. ഹാൻഡ് ബാഗിലായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഹാൻഡ് ബാഗിൽ വെക്കാൻ മാത്രമാണ് പറ്റുള്ളൂ. മറിച്ച് മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ മറ്റ് ലാപ്ടോപ്പുകളോ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല. സ്മൃതി, ശരി. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.